ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫംഗ്ഷൻ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയുടെ കണ്ടിന്യൂസ് ആവുന്ന കണ്ടീഷനും അതിൻ്റെ കുറച്ച് 2-3 കണക്കുകളും ചെയ്തു. അതേ കണ്ടിന്യൂറ്റി തന്നെ നമ്മൾക്ക് കുറച്ച് കണക്ക് കൂടി ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യേണ്ടത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ഓൾ ദ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇഫ് എക്സ് ലെസ് ദാൻ 1 ആണല്ലോ. അപ്പോൾ നോക്കൂ, ഞാൻ പറഞ്ഞതാണ് നിങ്ങളോട്, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഒരേ ഒരു എവിടൊക്കെയാണോ സ്പ്ലിറ്റിംഗ്, എക്സിൽ എവിടൊക്കെയാണോ സ്പ്ലിറ്റിംഗ് വന്നിരിക്കുന്നത് ആ പോയിന്റുകളിൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്താൽ മതി. ഇവിടെ ഇപ്പം സ്പ്ലിറ്റിംഗ് വന്നിരിക്കുന്നത് 1 എന്ന പറയുന്ന പോയിന്റിലാണ്. അപ്പം നമ്മൾ ഏത് പോയിന്റിൽ മാത്രം കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൽ മതി? അറ്റ് എക്സ് ഈക്വൽ ടു 1 മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്താൽ മതിയാകും. അങ്ങനെ ആകുമ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു 1 കണ്ടിന്യൂസ് ആണെന്ന് അറിയാമല്ലോ. ലിമിറ്റ് വാല്യൂവും എക്സാക്റ്റ് വാല്യൂവും തുല്യമാകുമ്പോഴാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുന്നത്. അങ്ങനെ ലിമിറ്റ് വാല്യൂ ആദ്യം അറ്റ് എക്സ് ഈക്വൽ ടു 1 ലിമിറ്റ് വാല്യൂ കാണാൻ പോവുകയാണ്. അങ്ങനെ എക്സ് ഈക്വൽ ടു 1 ലിമിറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ 2 ലിമിറ്റുകൾ പോസിബിൾ ആണ്, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും. അങ്ങനെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കാണണമോ എന്ന് ചെക്ക് ചെയ്യുന്നത് നമ്മൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്ന് സെപ്പറേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് കണ്ടാൽ മതി? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കണ്ടാൽ മതി. എന്നാൽ ചില കേസിൽ അങ്ങനെയല്ല, അത് അടുത്ത ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. എനിവേ മോസ്റ്റ് കോമൺ 90% ക്വസ്റ്റ്യനുകളിലും ലെസ് ദാൻ എന്നും ഗ്രേറ്റർ ദാൻ എന്നും തന്നിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് കണ്ടാൽ മതി? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും പ്രത്യേകം കണ്ടാൽ മതി. അപ്പോൾ ആദ്യം ഞാൻ ലെഫ്റ്റ് ലിമിറ്റ് കാണാൻ പോകുന്നു. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ലെഫ്റ്റ് ലിമിറ്റാണ്. 1 മൈനസ് എന്ന് പറഞ്ഞാൽ 1-ന് എന്ന് പറഞ്ഞാൽ 1-ൽ കുറവ് എന്നർത്ഥം. എന്നാൽ അതിനർത്ഥം എക്സ് ലെസ് ദാൻ 1 എന്നാണ്. 1-ൽ കുറവ്, ലെസ് ദാൻ 1. ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ് ലെസ് ദാൻ 1 ഈ ഫംഗ്ഷനാണ് എടുക്കേണ്ടത്. എഫ് ഓഫ് എക്സിന് പകരം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സിന് പകരം ആരെ എടുക്കുക? എക്സ് സ്ക്വയർ പ്ലസ് 1-നെയാണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ പ്ലസ് 1 നമ്മൾക്ക് എന്തെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. എക്സിന് പകരം 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 2 എന്നാണ് ആൻസർ കിട്ടുക, ലിമിറ്റ് വാല്യൂ. ഇനി റൈറ്റ് ലിമിറ്റ് കാണുന്നു. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡഡ് ലിമിറ്റ് LHL കണ്ടു. അടുത്തത് RHL, റൈറ്റ് ഹാൻഡഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ അർത്ഥം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 പ്ലസ് എന്നാൽ അർത്ഥം 1-ന്റെ വലത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ 1-നേക്കാൾ കൂടുതൽ, എക്സ് ഗ്രേറ്റർ ദാൻ 1. ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഏത് ഫംഗ്ഷനാണ് ഇവിടെ? എക്സ് പ്ലസ് 1 ആണ് എടുക്കേണ്ടത്. എക്സ് പ്ലസ് 1 ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ 1 പ്ലസ് 1 ഈക്വൽ ടു 2. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും വരുമ്പോൾ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഉണ്ടെങ്കിൽ മാത്രമേ 2 ഫംഗ്ഷനുകളെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ കഴിയുള്ളൂ. അതേസമയം നമുക്കിവിടെ എക്സ് ഗ്രേറ്റർ ദാനും ലെസ് ദാനും തരാതെ നോട്ട് ഈക്വൽ എന്നൊക്കെയാണ് തന്നിരുന്നതെങ്കിൽ ലെഫ്റ്റും റൈറ്റും എല്ലാം ഒരേ ഫംഗ്ഷൻ തന്നെയാണ് എടുക്കേണ്ടി വരിക. അങ്ങനെ വരുമ്പോൾ നമ്മൾ ലെഫ്റ്റും റൈറ്റും പ്രത്യേകം കാണേണ്ട കാര്യമില്ല. അതിനുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് മനസ്സിലാവും. അപ്പം ക്വസ്റ്റ്യനുകളിൽ ലെസ് ദാൻ എന്നും ഗ്രേറ്റർ ദാൻ എന്നും തന്നാൽ മാത്രം നമ്മൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കണ്ടാൽ മതി, അത് ഓർക്കുക. അപ്പോൾ ഇവിടെ ലിമിറ്റ് ലെഫ്റ്റും റൈറ്റും കണ്ടു, 2-ന്റെയും വില 2 ആണല്ലോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എഴുതാം ലെഫ്റ്റ് റൈറ്റും ഈക്വൽ ആയതുകൊണ്ട് therefore എക്സാക്ട് ലിമിറ്റായ എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സ്, ഇതാണ് എക്സാക്ട് ലിമിറ്റ്, ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 2. ലിമിറ്റ് വാല്യൂ 2 ആണ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു, ആ ലിമിറ്റ് വാല്യൂ 2 ആണ്. ഇനി കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ എക്സാക്ട് വില, അതായത് അറ്റ് എക്സ് ഈക്വൽ ടു 1-ലെ വില, അറ്റ് എക്സ് ഈക്വൽ ടു 1-ലെ ഫംഗ്ഷൻ വില എന്ന് പറയുമ്പോൾ എഫ് ഓഫ് 1. അറ്റ് എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ ഉള്ള ഫംഗ്ഷൻ അല്ല, അവർ പറയുന്നുണ്ട്. നോക്കൂ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1-ൽ ആരെ എടുക്കണം? എക്സ് പ്ലസ് 1-നെ എടുക്കണം. അപ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു 1-ൽ നിങ്ങൾ എടുക്കേണ്ട ഫംഗ്ഷൻ ഏതാണ്? എക്സ് പ്ലസ് 1 ആണ്. എക്സിന് പകരം 1 നമ്മൾ കൊടുക്കുമ്പോൾ 1 പ്ലസ് 1 ഈക്വൽ ടു 2 എന്ന് വരും. അപ്പോൾ നിങ്ങൾ നോക്കൂ, ലിമിറ്റ് വാല്യൂവും ഫംഗ്ഷൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള വിലയും സെയിം ആയി. അപ്പോൾ നമ്മൾ എഴുതും therefore ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 1. എക്സ് 1-ലെ ലിമിറ്റ് വിലയും എക്സാക്റ്റ് വാല്യൂയും സെയിം ആയി. therefore ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു 1-ൽ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമ്മൾ ആകെ ചെക്ക് ചെയ്യേണ്ടത് സ്പ്ലിറ്റിംഗ് പോയിന്റിൽ മാത്രമാണ്, 1-ലാണ്. ആ 1-ൽ കണ്ടിന്യൂസ് ആയി. അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ പോയിന്റുകളിലും കണ്ടിന്യൂസ് ആണ്. നമുക്ക് സംശയമുണ്ടായിരുന്നു 1-ൽ മാത്രം, ആ 1-ലും കണ്ടിന്യൂസ് ആണ്. നമ്മൾ എന്തെഴുതും? therefore നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഈ ഫംഗ്ഷൻ്റെ എന്തില്ല? നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഈ ഫംഗ്ഷനിൽ ഡിസ്കണ്ടിന്യൂസ് ആയ പോയിന്റുകളൊന്നും തന്നെ ഇല്ല, ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഓൾ ദ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, സെയിം ഫംഗ്ഷൻ ആണ്, മോഡ് എക്സ് ബൈ എക്സ് ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് 0 എഫ് എക്സ് ഈക്വൽ ടു 0. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾക്ക് ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ എന്ന് തന്നാൽ മാത്രം എന്ത് ചെയ്താൽ മതി? ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് കണ്ടാൽ മതി. ഇവിടെ നമുക്കറിയാം 0 എന്ന് പറയുന്ന പോയിന്റിലാണ് സ്പ്ലിറ്റിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു 0-ലെ ലിമിറ്റ് വാല്യൂവും എക്സാക്റ്റ് വിലയുമാണ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ സീറോയിലെ ലിമിറ്റ് വാല്യൂ കാണാൻ പോകുമ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് കാണണമോ എന്ന് നോക്കുന്നത് ലെസ് ദാനും ഗ്രേറ്റർ ദാനും ആണോ നോക്കിയിട്ടാണ്. ഇവിടെ ഇപ്പോൾ ലെസ് ദാനും ഗ്രേറ്റർ ദാനും തന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ലെഫ്റ്റും റൈറ്റും പ്രത്യേകം കാണേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യനിൽ മോഡുലസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എങ്കിൽ, ഇവിടെ മോഡ് എക്സ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ടല്ലോ, മോഡുലസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എങ്കിൽ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിലും നമ്മൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കാണേണ്ടി വരും. കാരണം നോക്കൂ, നമ്മൾക്കറിയാം മോഡുലസ് എക്സ് എന്ന് പറയുന്ന ആൾ 0 ആകുന്നത്, ഈ മോഡ് എക്സ് 0 ആകുന്ന എക്സിൻ്റെ ഏത് വിലയ്ക്കാണ്? എക്സ് ഈക്വൽ ടു 0 അല്ലേ? അങ്ങനെയാണെങ്കിൽ മോഡുലസിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ, മോഡ് 0 ആവുന്നത് 0ക്കാണ്. 0യേക്കാൾ കുറഞ്ഞിരുന്നാൽ, എക്സിൻ്റെ വില 0യേക്കാൾ കുറവാണെങ്കിൽ മോഡുലസിനെ അതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം നെഗറ്റീവ് എക്സ് എന്നാണ് വിളിക്കേണ്ടത്. അതേപോലെ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, 0ൽ കൂടുതലാണെങ്കിൽ മോഡുലസിനെ പ്ലസ് എക്സ് എന്നാണ് വിളിക്കേണ്ടത്. ഇത് നമ്മൾ മോഡുലസിൻ്റെ ഡെഫിനിഷനിൽ പഠിക്കുന്നതാണ്. അപ്പം നിങ്ങൾ നോക്കൂ, മോഡുലസ് എക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും 2 ഫംഗ്ഷനുകൾ ചേർന്നതാണ്. ഏതൊക്കെയാണ്? മൈനസ് എക്സും പ്ലസ് എക്സും ചേർന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, നമ്മൾ ലെഫ്റ്റ് ലിമിറ്റ് കാണുമ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് എങ്ങനെയാണ് കാണുക? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് LHL, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? എക്സിൻ്റെ വില 0യിൽ കുറവ് എന്ന് പറയുമ്പോൾ എക്സ് ലെസ് ദാൻ 0. എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു 0 തന്നെയാണ്. അപ്പോൾ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ കൊടുക്കുക? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് മോഡ് എക്സ് ബൈ എക്സ്. കാരണം എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 0 അല്ലാതെ 0യിൽ കുറഞ്ഞോ കൂടിയോ ഒക്കെ വന്നാൽ ഈ ഫംഗ്ഷൻ ഉപയോഗിക്കണമെന്നാണ്. അപ്പോൾ എക്സ്റ്റെൻസ് 0 മൈനസ് എന്ന് പറഞ്ഞാൽ അർത്ഥം 0യിൽ കുറവെന്നാണ്, എക്സ് ലെസ് ദാൻ 0 എന്നാണ്, അല്ലെങ്കിൽ എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ മോഡ് എക്സ് ബൈ എക്സ് കൊടുത്തു. പക്ഷേ മോഡുലസിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എക്സ് ടെൻസ് ടു 0 മൈനസ്, അല്ലെങ്കിൽ എക്സ് 0യേക്കാൾ കുറവ് വരുമ്പോൾ, എക്സ് ലെസ് ദാൻ 0 വരുമ്പോൾ മോഡ് എക്സിന് പകരം നമ്മൾ ആരെ ഉപയോഗിക്കണം? മൈനസ് എക്സിനെ ഉപയോഗിക്കണം. അപ്പോൾ ഇതെങ്ങനെ എഴുതുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് നെഗറ്റീവ് എക്സ് ബൈ എക്സ് എന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ എന്ത് കിട്ടും? -1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് 0 പ്ലസ് ആകുമ്പോൾ മോഡുലസിന് പകരം എന്താകും? പ്ലസ് എക്സ് ആകും. ഈ കാരണം കൊണ്ടാണ്, അങ്ങനെ 2 ഫംഗ്ഷനായി പോകുന്നത് കൊണ്ടാണ്, 2 ഫംഗ്ഷനായി മാറുന്നത് കൊണ്ടാണ് മോഡുലസ് വരുന്ന കേസിൽ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും കാണണമെന്ന് പറയുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? മോഡുലസിനകത്ത് 0 വരുന്ന വിലയ്ക്കാണ് സ്പ്ലിറ്റിംഗ് തന്നിരിക്കുന്നതെങ്കിൽ, മോഡുലസ് 0 ആവേണ്ട വിലയ്ക്കാണ് സ്പ്ലിറ്റിംഗ് തന്നിരിക്കുന്നതെങ്കിലാണ് നമ്മളിങ്ങനെ ചെയ്യുക. അപ്പോൾ അടുത്തത് RHL, റൈറ്റ് ഹാൻഡഡ് ലിമിറ്റ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എന്ന് പറയുമ്പോഴും എക്സ് 0യേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് ഈക്വൽ ടു 0 അല്ല എന്നർത്ഥം. എക്സ് പ്ലസ് ആകുമ്പോഴും നമ്മൾ എന്താ എടുക്കേണ്ടത്? മോഡ് എക്സ് ബൈ എക്സ് തന്നെയാണ് എടുക്കേണ്ടത് ക്വസ്റ്റ്യൻ പ്രകാരം. പക്ഷേ മോഡുലസിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് അല്ലെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എന്താകണം? മോഡ് എക്സിന് പകരം പ്ലസ് എക്സ് ബൈ എക്സ് എന്നാകണം. അപ്പോൾ എന്താ? എക്സും എക്സും വെട്ടിപ്പോയിട്ട് എന്ത് കിട്ടും നിങ്ങൾക്ക്? +1 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കൂ, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണോ? ഈക്വൽ അല്ല. LHL നോട്ട് ഈക്വൽ ടു RHL, LHL നോട്ട് ഈക്വൽ ടു RHL. ലെഫ്റ്റ് ഹാൻഡഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡഡ് ലിമിറ്റും ഈക്വൽ അല്ല. ദെയർഫോർ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അങ്ങനെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ കണ്ടിന്യൂസിലേക്ക് പോകേണ്ട കാര്യമില്ല, കണ്ടിന്യൂസ് അല്ല. കാരണം ലിമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ എക്സാക്ട് വാല്യൂം സെയിം ആണെങ്കിൽ കണ്ടിന്യൂസ്. അപ്പോൾ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആയതുകൊണ്ട് ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0യിൽ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. ബാക്കി എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണ് നമുക്കറിയാം. സംശയമുള്ളത് 0യിൽ മാത്രം. അതുകൊണ്ട് ദ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഈസ് എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതണം. പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഈസ് എക്സ് ഈക്വൽ ടു 0. ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find the point of all point of discontinuity of f of x equal to sin x by x if x less than 0 and x plus 1 if x greater than or equal to 0. അപ്പോൾ നമ്മൾക്ക് ചെക്ക് ചെയ്യേണ്ട ഒരേ ഒരു പോയിന്റ് ഏതാണ്? 0 മാത്രമാണ്. കാരണം 0യിലാണ് സ്പ്ലിറ്റിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു 0 നോക്കൂ, ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റും കാണണമോ? കാണണം. കാരണം ലെസ് ദാനും ഗ്രേറ്റർ ദാനും സ്പ്ലിറ്റ് ചെയ്ത് തന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ LHL എഴുതുന്നു. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. That is equal to limit extends to 0 minus 0 മൈനസ് എന്ന് പറഞ്ഞാൽ 0യേക്കാൾ കുറവ്, എക്സ് ലെസ് ദാൻ 0. ഏത് ഫംഗ്ഷനാണ് എടുക്കുക? സൈൻ എക്സ് ബൈ എക്സ്.
അപ്പോൾ ലിമിറ്റിൻ്റെ നിയമപ്രകാരം ലിമിറ്റിൽ നമ്മൾ ആദ്യം 0 ഇട്ട് കൊടുക്കും. അപ്പോൾ സൈൻ 0 0/0 ഫോം ആണെങ്കിൽ നമ്മളുടെ ഐഡൻറ്റിറ്റി, അതായത് നമ്മൾ ലിമിറ്റിൽ ഒരു ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ x/x എന്താണെന്നാണ് അവിടെ പഠിച്ചിരുന്നത്? 1 ആണ്. അത് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഐഡൻറ്റിറ്റിയായി +1 പഠിക്കുന്നതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ x/x = 1. 0 മൈനസ് എന്ന് പറഞ്ഞാൽ 0 എന്ന് തന്നെയാണ് അർത്ഥം, ജസ്റ്റ് അടുത്തെന്നുള്ള സൂചന മാത്രമേ ഉള്ളൂ. അടുത്തത് RHL, റൈറ്റ് ഹാൻഡഡ് ലിമിറ്റ്. ലിമിറ്റ് എക്സ് ടെൻസ് 0 പ്ലസ് f(x) ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് 0 പ്ലസ് എന്ന് പറഞ്ഞാൽ 0യേക്കാൾ കൂടുതൽ x ഗ്രേറ്റർ ദാൻ 0 ഏതാണ്? x+1 ആണ് ഫംഗ്ഷൻ. 0 കൊടുക്കുന്നു, 0 + 1 = 1. നോക്കൂ, രണ്ട് ലിമിറ്റുകളും സെയിം ആണ്. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണ്. ദെയർഫോർ നമ്മൾക്ക് എന്ത് എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് 0 f(x) = 1. ലിമിറ്റ് വാല്യൂ 1 ആണ്. ഇനി നമ്മൾ ഡയറക്റ്റ് വില കാണുന്നു. f(0) ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ x 0 ആകുമ്പോൾ, f(0) എന്ന് പറഞ്ഞാൽ x 0 ആകുമ്പോൾ ഏത് ഫംഗ്ഷനാണ് എടുക്കേണ്ടത്? x = 0 ആകുമ്പോൾ x+1 = x+1 = 0 + 1 = 1 എന്ന് കിട്ടി. അപ്പോൾ ലിമിറ്റ് വിലയും എക്സാക്റ്റ് വിലയും സെയിം ആയിരിക്കുന്നു. നമ്മൾ എഴുതും ലിമിറ്റ് എക്സ് ടെൻസ് 0 f(x) = f(1) Therefore function is continuous at x = a. at x = a യിൽ ഫംഗ്ഷൻ എന്താണ്? at x = 0 യിൽ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. അങ്ങനെ വരുമ്പോൾ 0-യിലേ നമുക്ക് സംശയം ഉണ്ടായിരുന്നുള്ളൂ, അവിടെയും കണ്ടിന്യൂസ് ആയി. അപ്പോൾ ഏതെങ്കിലും ഡിസ്കണ്ടിന്യൂസ് ഉണ്ടോ? അപ്പോൾ നമുക്ക് എഴുതാം therefore there is no point of discontinuity. There is no point of discontinuity. ശ്രദ്ധിക്കുക. നോക്കൂ ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ. ഡിറ്റർമൈൻ ഈസ് f ഡിഫൈൻഡ് ബൈ f(x) = x² sin 1/x if x not equal to 0 0f(x) = 0 is a continuous function. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്ന അതേ ക്വസ്റ്റ്യൻ, കണ്ടിന്യൂറ്റി ഡിസ്കണ്ടിന്യൂസ് ആയ പോയിന്റുകൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ എക്സിൻ്റെ എല്ലാ വിലകൾക്കും കണ്ടിന്യൂസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. പക്ഷേ എല്ലാ വിലകൾക്കും ചെക്ക് ചെയ്യാൻ പോസിബിൾ അല്ല. അതുകൊണ്ട് സ്പ്ലിറ്റിംഗ് തന്നിരിക്കുന്ന പോയിന്റുകളിൽ മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ സ്പ്ലിറ്റിംഗ് തന്നിരിക്കുന്നത് 0-യിലാണ് ആണല്ലോ. അപ്പോൾ at x = 0-യിലാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ നോക്കൂ, at x = 0-യിലെ ലിമിറ്റ് വാല്യൂ നമ്മൾ കാണണം. ലിമിറ്റ് വാല്യൂ കാണുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഇവിടെ കാണേണ്ട കാര്യമുണ്ടോ? ഇല്ല, കാരണം ലെസ് ദാനും ഗ്രേറ്റർ ദാനും തന്നിട്ടില്ല. അങ്ങനെ തന്നിട്ടില്ലെങ്കിലും നോട്ട് ഈക്വൽ 0 ഇവിടെ മോഡുലസ് എങ്ങാനും ഉണ്ടോ? അതുമില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും പ്രത്യേകമായി കാണേണ്ട കാര്യം ഇല്ല. എന്ത് മാത്രം കണ്ടാൽ മതി? ലിമിറ്റ് എക്സ് ടെൻസ് 0 f(x) എന്ന് മാത്രം കണ്ടാൽ മതി. ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് 0 എക്സ് ടെൻസ് 0 എന്ന് പറഞ്ഞാൽ അർത്ഥം എക്സിൻ്റെ വില 0-യിലേക്ക് അടുക്കുന്നു. ഇടത്തു നിന്നും വലത്തു നിന്നുമാകാം. നോട്ട് ഈക്വൽ ടു 0 എന്നർത്ഥം. അങ്ങനെ നോട്ട് ഈക്വൽ ടു എക്സ് ടെൻസ് 0 എന്ന് പറഞ്ഞാൽ എക്സ് 0 അല്ല, ബട്ട് 0-യുടെ അടുത്താണ് എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് ഈക്വൽ ടു 0. നോട്ട് ഈക്വൽ 0-യിൽ ഏത് ഫംഗ്ഷനാണ് എടുക്കേണ്ടത്? x² sin 1/x എന്നുള്ളതാണ് എടുക്കേണ്ടത്. ശരിയാണല്ലോ, x² sin 1/x. നമുക്കറിയാം ലിമിറ്റ് എന്ന് പറയുന്നത് രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റായി കിടന്നാൽ എനിക്ക് ഓരോ ഫംഗ്ഷനുകൾക്കും പ്രത്യേകം കൊടുക്കാം. ലിമിറ്റ് x² ലിമിറ്റ് എക്സ് ടെൻസ് 0 sin 1/x ആണല്ലോ. നിങ്ങൾ x² കിടക്കുന്നത് കൊണ്ട് 0 കൊടുക്കുമ്പോൾ 0² എന്നുള്ളത് എന്തായി മാറും? 0 ആയി മാറും. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾക്ക് ഇൻ കേസ് ഇവിടെ നിങ്ങളിപ്പോൾ 1/x ഡിവൈഡ് ചെയ്താൽ ഇൻറ്റു 1/x എന്ന് വരും എന്ന് വെക്കുക. അപ്പോൾ നോക്കൂ, സൈൻ്റെ കൂടെ നമ്മൾക്കറിയാവുന്ന കേസാണ് sin 2x എന്ന് വരുമ്പോഴാണ് ലിമിറ്റ് എക്സ് ടെൻസ് 0 എന്താകുന്നത്? 1 ആകുന്നത്, +1 പഠിച്ച പ്രകാരം. അപ്പോൾ ഇവിടെ sin 1/x എന്ന് വരുമ്പോൾ താഴെ ആര് വരണം? 1/x വരണം. അപ്പോൾ 1/x എന്ന് ഇടുകയാണെങ്കിൽ 1/x × 1/x എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ ഒരു എക്സ് പെൻഡിങ് ആണ്. ആ എക്സും x² കൂടെ കട്ട് ചെയ്ത് പോകും. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് 0 x × ലിമിറ്റ് എക്സ് ടെൻസ് 0 sin 1/x/1/x എന്ന് വരും. നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോഴത്തേക്ക് ഇത് 0 × സം വാല്യൂ 0 ആയി പോകും. ശരിയാണല്ലോ. ഇനി അറിയേണ്ട ഒരു കാര്യം, ഈ ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് 0 sin 1/x/1/, നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ ഓഫ് എന്തെങ്കിലും ബൈ അതേ സാധനം വന്നാൽ 1 ആകും. പക്ഷേ ലിമിറ്റ് എക്സ് ടെൻസ് 0 sin 1/x/sin 1/x എന്ന് പറയുന്നത് ഒരിക്കലും 1 അല്ല. എന്തല്ല?
1 അല്ല. ഞാനിപ്പോൾ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് അതേ വാല്യൂ താഴെ വരണം എന്നൊക്കെ പറഞ്ഞ് ഇവിടം വരെ എത്തിയതെങ്കിലും ശരിക്കും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 1/x/1/x 1 അല്ല. അത് കുറേ കൂടി ഹയർ ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ്. അതിൻ്റെ വാല്യൂ -1 എന്ന് പറഞ്ഞ് ഓസിലേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലാണ്. അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകില്ല. ഇറ്റ്സ് എ ഹയർ മാത്തമാറ്റിക്സ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരിക്കലും ഇതിനെ എന്തെന്ന് എഴുതാൻ പാടില്ല, 1 എന്ന് എഴുതാൻ പാടില്ല. കാരണം ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ സൈൻ 1/0 ∞/1/0 നിങ്ങൾക്ക് ∞/∞ എന്നാണ് വരിക. നമ്മൾ പഠിച്ചത് 0/0 എന്ന് വരുമ്പോഴാണ് സൈൻ x/x 1 ആവുക എന്നാണ് പഠിച്ചത്. അപ്പോൾ ∞/∞ വരുമ്പോൾ അങ്ങനെയല്ല അത് ചെയ്യുന്നത്. അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലിമിറ്റ് ആണ്. അതിനെ നോട്ട് ഈക്വൽ ടു നിങ്ങൾ 1 എന്ന് എഴുതാൻ പാടില്ല. പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ടു 0 ഇൻറ്റു, കാരണം ഫസ്റ്റ് ലിമിറ്റിൽ എക്സിന് 0 കൊടുക്കുമ്പോൾ 0 ആണെന്നുള്ളത് ഉറപ്പാണ്. 0 ഇൻറ്റു എന്തെന്ന് എഴുതിയാൽ മതി, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 1/x/1/x എന്ന് തന്നെ എഴുതി വെച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത്, നിങ്ങളിവിടെ 1/x ഡിവൈഡ് ചെയ്തില്ലെങ്കിലും x² കിടക്കുന്നത് കൊണ്ട് നിങ്ങൾ 0 കൊടുത്താൽ 0 ഇൻറ്റു ഇത് ഈക്വൽ ടു 0 എന്നങ്ങ് എഴുതാമെന്ന് പറഞ്ഞത്. എന്നാലും ഇത്രയും കൂടി എഴുതിയാൽ കുറച്ചുകൂടി ഒരു പ്രിസൈസ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കട്ട് ചെയ്ത് ഒന്നും കൂടി ഒന്ന് ചെറുതാക്കി എടുക്കുമ്പോൾ അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാകും. അപ്പോൾ ഇവിടെ 1/x വന്ന് x പോയി ഇവിടെ x എന്നായി, ഇത് വന്നു. ഇതിനെ ഒരിക്കലും നിങ്ങൾ 1 എന്ന് എഴുതുക, അത് അങ്ങനെ തന്നെ എഴുതുക. 0 ഇൻറ്റു ദാറ്റ് വാല്യൂ, എന്ത് വാല്യൂ ആയിക്കോട്ടെ അത് എന്തായി മാറും, 0 ആയി മാറും. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 f(x) എന്തായി മാറി, 0 ആയി മാറി. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. സാധാരണഗതിയിൽ നമ്മൾ പഠിച്ചത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ x/x അല്ലെങ്കിൽ സൈൻ എന്ത് വരുന്നു അതേ ബൈ സെയിം വന്നാൽ 1 ആണെന്നാണ്. പക്ഷേ ഇവിടെ 1/x ആയതുകൊണ്ട് സൈൻ 1/x 1 അല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ. അത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലിമിറ്റ് ആയതുകൊണ്ട്. ബട്ട് ഇവിടെ നമ്മൾക്ക് ആദ്യത്തെ ലിമിറ്റ് 0 ആയതുകൊണ്ട് 0 ഇൻറ്റു ഇത് എന്ത് വാല്യൂ ആണെങ്കിലും 0 ഇൻറ്റു ദാറ്റ് വാല്യൂ 0 എന്ന് വരും. അപ്പോൾ ലിമിറ്റ് വില നിങ്ങൾക്ക് എന്തെന്ന് കിട്ടി, 0 എന്ന് കിട്ടി. ശ്രദ്ധിക്കുക. അടുത്തത്, അപ്പോൾ ലിമിറ്റ് വാല്യൂ കഴിഞ്ഞു. അതിന് എക്സാക്റ്റ് വില x=0 എന്ന് പറയുന്നതിൽ എക്സാക്റ്റ് വില എടുക്കുമ്പോൾ f(0) നമ്മൾ എടുക്കുമ്പോൾ x=0 ആകുന്ന ഫംഗ്ഷൻ ഏതാണ്, അത് 0 തന്നെയാണെന്ന് അവർ തന്നിരിക്കുന്നു. f(0) 0 ആണെന്ന് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ലിമിറ്റ് വാല്യൂം എക്സാക്റ്റ് വാല്യൂം സെയിം ആയില്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, therefore ലിമിറ്റ് x ടെൻസ് ടു 0 f(x) ഈക്വൽ ടു f(0) ആണ്. therefore ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് x=0. ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് x=0. x=0യിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ പിന്നെ ബാക്കി എല്ലാ പോയിന്റുകൾക്കും എന്തായിരിക്കും, അപ്പോൾ നമുക്ക് പറയാം ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഫോർ എവരി വാല്യൂ ഓഫ് x. ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഫോർ എവരി വാല്യൂ ഓഫ് x. ശ്രദ്ധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് k സോ ദാറ്റ് f(x) ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നു, ഈസ് കണ്ടിന്യൂസ് അറ്റ് x=π/2. നോക്കൂ, π/2ലായിരുന്നു സ്പ്ലിറ്റിംഗ്. ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ π/2ൽ കണ്ടിന്യൂസ് ആണ്. നിങ്ങൾ കാണുന്നത് k എന്ന് പറയുന്ന വില, ഫംഗ്ഷനിൽ ഒരു k എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വില കാണണം. പരീക്ഷയ്ക്ക് ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കാനാണ് സാധ്യത കൂടുതൽ. കെയുടെ വില കാണുക എന്ന് പറഞ്ഞ് ചോദിക്കാനൊക്കെയാണ് സാധ്യത കൂടുതൽ. അപ്പോൾ എങ്ങനെയാണ് കെയുടെ വില കാണുന്നത് നോക്കാം. നമുക്കറിയാം ഫംഗ്ഷൻ π/2ൽ കണ്ടിന്യൂസ് ആണ്. π/2ൽ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ആ π/2ൽ നമ്മൾക്ക് എന്തെഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 f(x) ഈക്വൽ ടു f(π/2) എന്ന് എഴുതാം. കണ്ടിന്യൂസ് ആകുമ്പോൾ എന്താ, സിൻസ് f ഈസ് കണ്ടിന്യൂസ് അറ്റ് x ഈക്വൽ ടു π/2. π/2ൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് ലിമിറ്റ് വാല്യൂം f(π/2)ഉം സെയിം ആണെന്ന് എഴുതാം. ശരിയാണല്ലോ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എക്സ് ടെൻസ് ടു π/2 f(x) എന്ന് പറയുമ്പോൾ അർത്ഥം ചില കേസുകളിൽ നമ്മൾക്ക് ഈ ലിമിറ്റ് വാല്യൂവിനെ സ്പ്ലിറ്റ് ചെയ്ത് എന്തെന്ന് എഴുതേണ്ടി വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 മൈനസ് f(x) ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 പ്ലസ് f(x) ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 f(x) ഈക്വൽ ടു f(π/2) എന്ന് എഴുതാം. നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. അതായത് ലെഫ്റ്റും റൈറ്റും കണ്ടുപിടിച്ചാൽ അത് തന്നെയാണ് എക്സാക്ട് ലിമിറ്റ്, അത് തന്നെയായിരിക്കണം ഫംഗ്ഷനും വിലയും വരുമ്പോൾ കണ്ടിന്യൂസ് ആകുന്നത് ആണല്ലോ. ശരിക്കും ഇത് മതി. പക്ഷെ ചില കേസുകളിൽ നമ്മൾ ലെഫ്റ്റും റൈറ്റും പ്രത്യേകം കാണേണ്ടി വരും ചില കേസുകളിൽ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ജനറലായിട്ട് എഴുതുകയാണെങ്കിൽ കണ്ടിന്യൂസ് അറ്റ് എ എന്ന് പറഞ്ഞാൽ എക്സ് ടെൻസ് ടു എ മൈനസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ഈക്വൽ ടു f(a) എന്ന് ജനറലായി പറയാം. അപ്പോൾ എവിടെയാണ് ലെഫ്റ്റ് റൈറ്റ് ലിമിറ്റ് എടുക്കുക? നമുക്കറിയാം ക്വസ്റ്റ്യനിൽ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ലെഫ്റ്റ് റൈറ്റിലേക്ക് പോയാൽ മതി. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നോട്ട് ഈക്വൽ ആണ്, ഇവിടെ മോഡുലസും ഇല്ല ആണല്ലോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് റൈറ്റ് വേണ്ട, എന്ത് മാത്രം മതി, ഈ രണ്ടാളുകളെ ഇക്വേറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 f(x) ഞാൻ കാണാൻ പോകുന്നു. നോക്കൂ, ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2, എനിക്ക് ലെഫ്റ്റും റൈറ്റും വേണ്ട എന്നുള്ളത് കൊണ്ട് എക്സ് ടെൻസ് ടു π/2 f(x) ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2. f(x)ന് പകരം എന്തെഴുതാം, k cos x ഡിവൈഡഡ് ബൈ
പൈ മൈനസ് 2x ആണല്ലോ. നമ്മൾ ലിമിറ്റ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ പൈ ബൈ 2 ഡയറക്റ്റ് ഇട്ട് കൊടുക്കും. k ഇൻറ്റു കോസ് പൈ ബൈ 2 കോസ് 90 0 ബൈ പൈ മൈനസ് 2 ഇൻറ്റു പൈ ബൈ 2 2 ഇൻറ്റു പൈ ബൈ 2 വരുമ്പോൾ 2 ഇൻറ്റു പോയി പൈ മൈനസ് പൈ എന്ത് വാല്യൂ എന്നാവും? ഇത് 0/0 ഫോം ആകും. ശരിയല്ലേ? അങ്ങനെ ലിമിറ്റിലേക്ക് ഡയറക്റ്റ് കൊടുക്കുമ്പോൾ 0/0 ഫോം വന്നാൽ പിന്നീട് നമ്മൾ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചേ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് +1 പഠിച്ചത്. ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രി നമ്മൾ പഠിച്ച ഐഡൻറ്റിറ്റി കണക്ട് ചെയ്യുന്നത് sin x/x എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായി പഠിച്ച ഐഡൻറ്റിറ്റി. അപ്പോൾ കോസിനെ എങ്ങനെയെങ്കിലും സൈനിലേക്ക് മാറ്റാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് സൈൻ്റെ കൂടെ കിടക്കുന്നത് ബൈ സെയിം വരുമ്പോൾ 1 എന്ന് എഴുതാം. അപ്പോൾ കോസ് എക്സിന് എനിക്ക് ട്രിഗണോമെട്രി റിസൾട്ട് പ്രകാരം sin 90 - x എന്ന് എഴുതാമല്ലോ. കോസ് എക്സ് sin 90 - x അല്ലേ? അപ്പോൾ എനിക്കിവിടെ എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 k ഇൻറ്റു സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് ദാറ്റ് ഈസ് 90 - x ബൈ പൈ മൈനസ് 2x. ശരിയാണല്ലോ. കോസ് എക്സിനെ ഞാൻ എന്തെന്ന് എഴുതി? സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് എഴുതി. കാരണം കോസ് 90 അല്ലെങ്കിൽ സൈൻ 90 - x ആണ് കോസ് എക്സ്. ശ്രദ്ധിക്കുക, ഇതിൻ്റെ ബാക്കി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ കോസ് എക്സിനെ സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് എഴുതി. ഇനി നമുക്കറിയാവുന്ന കേസ് എന്ന് പറഞ്ഞാൽ സൈൻ്റെ കൂടെ എന്ത് വരുന്നോ അത് തന്നെ ഡിനോമിനേറ്ററിൽ വരികയാണെങ്കിൽ 1 എന്ന് എഴുതാം. ആണല്ലോ. അപ്പോൾ ശരി. അപ്പോൾ ഇവിടെ പൈ ബൈ 2 മൈനസ് എക്സ് ആണ് സൈൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഇവിടെയും നമുക്ക് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് വരണം. അങ്ങനെ പൈ ബൈ 2 മൈനസ് എക്സ് വരണമെങ്കിൽ ഇവിടെ നിന്ന് 2 പുറത്തെടുത്താൽ മതിയല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് എക്സിനാണ്. അപ്പോൾ എക്സ് ഉള്ള ആളുകൾ മാത്രമാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ളത്. ബാക്കി ആരുണ്ടെങ്കിലും അവരെ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് കെ ഇനി പുറത്തെഴുതാം. കെ ബൈ ഇതാ ഇവിടുന്ന് ഒരു 2 കൂടെ വരുമ്പോൾ k ബൈ 2 പുറത്ത് വരും. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 പുറത്തെടുക്കുമ്പോൾ പൈ ബൈ 2 മൈനസ് എക്സ് എന്നാകും. ശരിയല്ലേ? ഇനി നിങ്ങൾ നോക്കൂ, നമ്മൾ പഠിച്ചിരിക്കുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 വരുമ്പോഴാണ് സൈൻ എക്സ് ബൈ എക്സ് 0. അപ്പം ലിമിറ്റ് എന്ത് ടെൻസ് 0 ആണോ വരുന്നത് അത് തന്നെ സൈൻ്റെ കൂടെയും താഴെയും വരണം. അപ്പോൾ ഇവിടെ എക്സ് ടെൻസ് ടു പൈ ബൈ 2നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആക്കി എഴുതിയാൽ പൈ ബൈ 2 ഇടത്തെ സൈഡിലേക്ക് മാറ്റുമ്പോൾ പൈ ബൈ 2 മൈനസ് എക്സ് ടെൻസ് ടു 0 എന്നാവും. ശരിയാവില്ലേ? എക്സ് ടെൻസ് ടു പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ പൈ ബൈ 2 ഇതിനെ ഈക്വലായി പരിഗണിച്ചാൽ പൈ ബൈ 2 ഇടത്ത് വരുമ്പോൾ എക്സ് മൈനസ് പൈ ബൈ 2 ടെൻസ് ടു 0 എന്നാവും. ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പൈ ബൈ 2 മൈനസ് എക്സ് ടെൻസ് ടു 0 എന്ന് വരും. ശരിക്കും ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ 1 എന്ന് എഴുതിയാൽ മാർക്ക് തരും. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കുറച്ചുകൂടി ക്ലിയർ ആയി പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ എഴുതിയാൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആണ്. ഇൻറ്റു സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് ബൈ പൈ ബൈ 2 മൈനസ് എക്സ്. അപ്പോൾ ലിമിറ്റ് സംതിങ് ടെൻസ് ടു 0 സൈൻ സംതിങ് ബൈ സംതിങ് സെയിം എന്ന് വന്നു. അപ്പോൾ ഇതിനെ നമ്മൾക്ക് എന്തെന്ന് എഴുതാം? k ബൈ 2 ഇൻറ്റു 1 ഈക്വൽ ടു k ബൈ 2. ഇതാണ് നമുക്ക് ലിമിറ്റ് വില കിട്ടിയിരിക്കുന്നത്. ലിമിറ്റിൻ്റെ വില k ബൈ 2 എന്ന് കിട്ടി. ഇനി നമ്മൾക്കറിയാം ഡയറക്റ്റ് വില കണ്ടിന്യൂസ് ആണല്ലോ. അപ്പോൾ ഡയറക്റ്റ് വില എഫ് ഓഫ് പൈ ബൈ 2 കൂടി വേണം. ഡയറക്റ്റ് വില എക്സ് പൈ ബൈ 2 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വില എന്തെന്ന് അവർ പറയുന്നുണ്ട്? 3 എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് വില 3 കിട്ടി. ഇനി ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണല്ലോ. ആണ്, തന്നിട്ടുണ്ട് അവർ. ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ദെയർഫോർ സിൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമ്മൾക്ക് എന്തെഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് പൈ ബൈ 2. ശരിയാണല്ലോ. ദാറ്റ് ഈസ് k ബൈ 2 ഈക്വൽ ടു 3 എന്ന് എഴുതാം. ലിമിറ്റ് വിലയും എക്സാക്ട് വിലയും സെയിം. അതിൽ നിന്ന് കെയുടെ വില നമ്മൾക്ക് എന്തെന്ന് കിട്ടും? 6 എന്ന് കിട്ടും. ഇങ്ങനെയാണ് കെയുടെ വില കാണുന്നത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് k സോ ദാറ്റ് ദ ഫംഗ്ഷൻ f of x ഈക്വൽ ടു kx പ്ലസ് 1 if x ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ആൻഡ് cos x if x ഗ്രേറ്റർ ദാൻ പൈ ഈസ് കണ്ടിന്യൂസ് അറ്റ് x ഈക്വൽ ടു പൈ. ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു പൈ. നോക്കൂ, ഈ ഫംഗ്ഷൻ നമുക്കറിയാം അവിടെ സ്പ്ലിറ്റിംഗ് തന്നിരിക്കുന്ന പോയിന്റ് പൈ ആണ്. പൈയിൽ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ കെയുടെ വില കാണണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾക്ക് ലെസ് ദാൻ എന്നും ഗ്രേറ്റർ ദാൻ എന്നുമാണ് തന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കാണേണ്ടതുണ്ട് അല്ലേ? ലെഫ്റ്റ് ലിമിറ്റ് കാണണമെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് കാണണം. അപ്പോൾ നമ്മൾ ആദ്യം അത് കാണുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ മൈനസ് എഫ് ഓഫ് എക്സ്. പൈ മൈനസ് എന്ന് പറയുമ്പോൾ പൈയിൽ കുറവ്, എക്സ് ലെസ് ദാൻ പൈ. ഏത് ഫംഗ്ഷനാണ് എടുക്കുക? കെ എക്സ് പ്ലസ് 1. പൈ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? കെ പൈ പ്ലസ് 1 എന്ന് കിട്ടും. ദിറ്റ് ഈസ് HL. അടുത്തത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ പ്ലസ് എന്ന് പറയുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ പൈ ഇൻറ്റു കോസ് എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ എഫ് ഓഫ് എക്സിന് പകരം കോസ് എക്സ് കൊടുക്കാം. ഈക്വൽ ടു കോസ് പൈ. കോസ് 180 ഈസ് -1. അറിഞ്ഞിരിക്കണം -1.
ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ നോക്കേണ്ടത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കിട്ടി, ഇവരെ രണ്ടുപേരെയും ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ കെയുടെ വില കിട്ടുമോ എന്ന് നോക്കുക. കാരണം ഇവരെ ഇക്വേറ്റ് ചെയ്യാൻ കഴിയും, കാരണം കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആകുമ്പോൾ ലിമിറ്റ് ഉറപ്പായും എക്സിസ്റ്റ് ചെയ്തിരിക്കും. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് LHLും RHLും സെയിം ആയിരിക്കും. അപ്പം നമുക്ക് പറയാം ഇവിടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ കെ കിട്ടുമല്ലോ. അങ്ങനെ കിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് വാല്യൂവിലേക്ക് f(π) കൂടെ കണ്ടിട്ട് ഇക്വേറ്റ് ചെയ്യാൻ നോക്കിയാൽ മതി. ഇവിടെ ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നത് കൊണ്ട് നമ്മൾ ഡയറക്റ്റ് f(π) എന്ന് പറയുന്ന ഡയറക്റ്റ് വില കാണേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ പറയും സിൻസ് f ഈസ് കണ്ടിന്യൂസ് അറ്റ് x = π, LHL = RHL. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം. Therefore, kπ + 1 = -1. kπ = -1 + 1 അപ്പുറം പോകും -1. Therefore, kπ = -2. k = -2/π. k = -2π. അപ്പോൾ kയുടെ വില -2/π ആണ്. ഇങ്ങനെയാണ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് a ആൻഡ് b. ഇവിടെ രണ്ട് കോൺസ്റ്റന്റുകൾ കാണണം. സോ ദാറ്റ് f of x = 5 if x less than or equal to 2, ax plus b if 2 less than x less than 10, 21 if x greater than or equal to 10 is continuous everywhere. അല്ലെങ്കിൽ is a continuous function എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ എല്ലാ x വാല്യൂകൾക്കും കണ്ടിന്യൂസ് ആണ്, എയും ബിയും കാണുക. ഇനി അഥവാ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനാണ് ചോദിക്കുന്നതെങ്കിലും നമ്മൾക്ക് സ്പ്ലിറ്റിംഗ് വന്നിരിക്കുന്നത് 2ലും 10ലും മാത്രമല്ലേ. അപ്പം നമ്മൾ ഏതൊക്കെ പോയിന്റ് ചെക്ക് ചെയ്താൽ മതി, 2ഉം 10ഉം മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പം ഞാനിവിടെ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നുവെങ്കിലും അറ്റ് x = 2ൽ ചെക്ക് ചെയ്യുന്നു, കാരണം എനിക്ക് എയും ബിയും വില കാണണമല്ലോ. അറ്റ് x = 2ൽ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ 2 ലെസ് ദാൻ എന്നും 2 ഗ്രേറ്റർ ദാൻ എന്നുമാണ് തന്നിരിക്കുന്നത് അല്ലേ. ലെസ് ദാനും ഗ്രേറ്റർ ദാനും 2ൽ സ്പ്ലിറ്റിംഗ് ഉണ്ട്. അപ്പം LHLും RHLും ഞാൻ കാണണം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് LHL = ലിമിറ്റ് x → 2 - f of x എന്ന് പറയുമ്പോൾ ലിമിറ്റ് x ലെസ് ദാൻ 2 എന്നല്ലേ. 2 മൈനസ് എന്ന് പറയുമ്പോൾ 2ൽ കുറവല്ലേ. x ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ ഏതാണ് ഫംഗ്ഷൻ, 5 ആണ് അവർ തന്നിരിക്കുന്നത്. അവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാനൊന്നുമില്ല, കാരണം x ഇല്ല, അതുകൊണ്ട് 5. ഇനി RHL ചെയ്യുന്നു. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ലിമിറ്റ് x → 2 പ്ലസ് f of x = ലിമിറ്റ് x → 2 പ്ലസ് എന്ന് പറയുമ്പോൾ x ഗ്രേറ്റർ ദാൻ 2 എന്നർത്ഥം. x ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോൾ x ഗ്രേറ്റർ ദാൻ 2 എന്നാണ് തിരിഞ്ഞ് കിടക്കുകയാണ്. x ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞാൽ ax + b എന്നാണ് അർത്ഥം. അപ്പോൾ എക്സിന് പകരം നമ്മൾ 2 കൊടുക്കുമ്പോൾ 2a + b. ഇനി നമ്മൾക്കറിയാം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണല്ലേ. ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് x = 2. ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് x = 2 ആയതുകൊണ്ട് LHL = RHL. Therefore 2a + b = 5 എന്ന് വരും. 2a + b = 5. ഇക്വേഷൻ നമ്പർ 1. ഇതാണ് നമ്മളുടെ എന്ത്, ഇക്വേഷൻ നമ്പർ 1. ഇതേപോലെ നമ്മൾ ഏത് പോയിന്റ് ചെക്ക് ചെയ്യണം, അടുത്ത നമ്മളുടെ പോയിന്റായ 10 ചെക്ക് ചെയ്യണം. ശ്രദ്ധിക്കുക. അടുത്ത പോയിന്റ് അറ്റ് x = 10 നോക്കുന്നു. അപ്പോൾ അറ്റ് x = 10 ഇതുപോലെ തന്നെയാണ്. 10ലും ലെസ് ദാനും ഗ്രേറ്റർ ദാനും പ്രത്യേകം തന്നിരിക്കുന്നു. അപ്പം LHLും RHLും കാണുക. LHL = ലിമിറ്റ് x → 10 - f of x എന്ന് പറയുമ്പോൾ ലിമിറ്റ് x → 10 - എന്ന് പറഞ്ഞാൽ 10ൽ കുറവ്. x ലെസ് ദാൻ 10 ഇവിടെയാണ്. therefore ax + b = നമ്മൾ എക്സിന് പകരം 10 കൊടുക്കുമ്പോൾ 10a + b എന്ന് വരും. അടുത്തത് RHL റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ലിമിറ്റ് x → 10 പ്ലസ് f of x ലിമിറ്റ് x → 10 പ്ലസ് എന്ന് പറയുമ്പോൾ x ഗ്രേറ്റർ ദാൻ 10 ഇവിടെ 21 ആണ് അല്ലേ. 21 = 21. നമുക്കറിയാം സിൻസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്, നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. അറ്റ് x = 10 LHL = RHL. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് ചെയ്ത് പഠിക്കണം. അപ്പോൾ എന്താ കിട്ടുക, 10a + b = 21. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷനുകളായിരുന്നു കിട്ടിയിരുന്നത്. ആദ്യത്തെ ഇക്വേഷൻ 2a + b = 5. രണ്ടാമത്തെ ഇക്വേഷൻ 10a + b = 21. ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം സോൾവ് ചെയ്യുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ b അങ്ങ് പോകും. 2a - 10a is -8a = -16. a = നമ്മൾക്ക് എന്തെന്ന് കിട്ടും, 2 എന്ന ആൻസർ കിട്ടും. A2 എടുത്ത് ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 2 × 2 + b = 5. therefore b = 5 - 2 × 2 4 അപ്പുറം പോകുമ്പോൾ 1 എന്ന് കിട്ടും. b = 1. ഇങ്ങനെയാണ് എയുടെയും ബിയുടെയും വില കാണുന്നത്. ശ്രദ്ധിച്ച് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോളാം.